ആത്യന്തികമായൊരു ശക്തിയുണ്ടെന്ന് പലരും പറയുന്നു. സന്തോഷം. എന്താ സന്തോഷം എന്ന് പറഞ്ഞാൽ നിർത്തിക്കളഞ്ഞേ? ആത്യന്തികമായി ശക്തിയൊന്നും അല്ലാന്നേ. ശക്തി എന്നുള്ളത് ആത്യന്തിക അല്ല. ആത്യന്തികമായി ശക്തിക്കും ആശ്രയഭൂതമായ ഉണ്മയാണ്. ജ്ഞാനമല്ലേ ആത്യന്തികമായുള്ള ശുദ്ധബോധം? തീർച്ചയായിട്ടും. ഉദാഹരണം പറയുമ്പോൾ കറണ്ടും മോട്ടോറും പറയാറുണ്ട്. വാസ്തവത്തിൽ രണ്ടും ജഡവസ്തുക്കളാണല്ലോ. കറണ്ട് ജ്ഞാനമാണെന്ന് പറയണം. ഇവിടെ ആത്യന്തികമായുള്ളത് സത്യം മാത്രം, ഉണ്മ മാത്രം. അതിനെ നമുക്ക് ബ്രഹ്മമെന്നോ പരമാത്മാവെന്നോ എന്ത് പേര് വിളിച്ചാലും കുഴപ്പമില്ല. അതിൻ്റെ അഭിവ്യക്തിയാണ് ദ്രവ്യവും ഊർജവും. അതിൽ ഊർജം എന്നുള്ളതാണ് ശക്തി എന്ന് നമ്മൾ വ്യവഹരിക്കുന്നത്. അതുകൊണ്ടാണ് ആത്യന്തികമല്ല എന്ന് പറഞ്ഞത്. പ്രജാപതിയുടെ സർവേശ്വരൻ്റെ രണ്ട് ഭാവങ്ങളായിട്ടാണ് രയിയെയും പ്രാണനെയും ഉപനിഷത്ത് പറയുന്നത്. രയി എന്നാൽ ദ്രവ്യം, പ്രാണൻ എന്നാൽ ഊർജം. ഇവ രണ്ടും ആപേക്ഷികമാണ്, ആത്യന്തികമല്ല.